കാറ്റ് കൊണ്ടുവന്ന വാഗ്ദാനം. കാസർഗോഡിലെ ഒരു ചെറിയ തീരഗ്രാമം. പ്രഭാതത്തിൽ കടൽക്കരയിൽ മീൻപിടുത്ത ബോട്ടുകൾ തിരിച്ചുവരും. സന്ധ്യാകാലത്ത് ആകാശം ഓറഞ്ച് നിറം പൂശും. ആ ഗ്രാമത്തിലെ പഴയ ലൈറ്റ് ഹൌസിന് സമീപം ഓരോ ദിവസവും ഒരാൾ ഇരിക്കാറുണ്ടായിരുന്നു. അവൾ നയന. അവൾ കടൽ ജീവശാസ്ത്രം പഠിച്ച ഒരാൾ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ രഹസ്യങ്ങൾ തേടുന്നവൾ. പക്ഷെ സ്വന്തം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അവൾക്കിപ്പോഴും ഭയം. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരാൾ വന്നിരുന്നു. വിദേശത്തേക്ക് പോയി. വേഗം തിരിച്ചുവരാം എന്ന വാഗ്ദാനം നൽകി. പക്ഷെ ആ വാഗ്ദാനം കാറ്റിൽ കലങ്ങിപ്പോയി. അതുകൊണ്ട് നയന ഇനി ആരെയും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് പുതിയൊരു ഫോട്ടോഗ്രാഫർ എത്തി. ആരവ്. വന്യജീവി ചിത്രങ്ങൾ പകർത്താൻ വന്നതായിരുന്നു. ആദ്യ കണ്ടുമുട്ടൽ ലൈറ്റ് ഹൌസിനരികിൽ. ഈ കടൽ എപ്പോഴും ഇങ്ങനെ ശാന്തമാണോ? ആരവ് ചോദിച്ചു. നയനെ ഒന്ന് ചിരിച്ചു. മുകളിൽ ശാന്തം തോന്നും, അകത്ത് വലിയ പ്രവാഹമുണ്ട്. അത് കേട്ട ആരവ് പറഞ്ഞു, അപ്പോൾ നീ കടൽ പോലെയാണോ? അവൾ മറുപടി നൽകിയില്ല. പക്ഷെ ആദ്യമായി അവൾക്കൊരാൾ തന്റെ ഉള്ളിലേക്ക് നോക്കിയതായി തോന്നി. അടുത്ത ദിവസങ്ങളിൽ അവരൊരുമിച്ച് കടൽ തീരത്ത് നടന്നു. ആരവ് തിരകളുടെ ചിത്രങ്ങളെടുത്തു. നയന അവനെ സമുദ്രജീവികളെക്കുറിച്ച് പഠിപ്പിച്ചു. ഒരു വൈകുന്നേരം കനത്ത കാറ്റ് വീശി. കടൽ ഉഗ്രമായി. നിനക്ക് വീണ്ടും വിശ്വസിക്കാൻ പേടിയാണോ? ആരവ് നേരെ ചോദിച്ചു. നയന കണ്ണുകൾ കടലിലേക്ക് തിരിച്ചു. വാഗ്ദാനങ്ങൾ എനിക്ക് ഭയമാണ്. ആരവ് അവളുടെ അരികിൽ നിന്നു പറഞ്ഞു, ഞാൻ വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകില്ല. പക്ഷെ ഇന്ന് നിന്നോടൊപ്പം നടക്കുന്നു, നാളെയും നടക്കാൻ ശ്രമിക്കും. അത് വലിയ പ്രഖ്യാപനമായിരുന്നില്ല, പക്ഷെ സത്യമായിരുന്നു. മാസങ്ങൾ കടന്നു. ആരവിന്റെ പ്രോജക്റ്റ് അവസാനിക്കാൻ സമയമായി. ഞാൻ തിരിച്ചുവരും, അവൻ പറഞ്ഞു. നയന ഉടൻ പറഞ്ഞു, വാഗ്ദാനം വേണ്ട. ആരവ് ചിരിച്ചു. അപ്പോൾ ഒരു കാര്യം മാത്രം, നീ ലൈറ്റ് ഹൌസിലിരിക്കുമ്പോൾ കാറ്റ് വന്നാൽ ഞാൻ ഓർമ്മ വരുമെങ്കിൽ മതിയാകും. അവൻ പോയി. ദിവസങ്ങൾ കടന്നു. ഒരു സന്ധ്യ ശക്തമായ കാറ്റ്. നയന ലൈറ്റ് ഹൌസിനരികിൽ ഇരിക്കുകയായിരുന്നു. അകലെ ഒരാൾ നടന്നുവരുന്നത് കണ്ടു. ആരവ്. ഞാൻ പറഞ്ഞില്ലേ, കാറ്റ് വഴികാട്ടും. നയനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്രാവശ്യം, അവൾ പറഞ്ഞു, വാഗ്ദാനം വേണ്ട, കൂടെ നിന്നാൽ മതി. കടൽ ശാന്തമായി. ലൈറ്റ് ഹൌസിന്റെ വെളിച്ചം ദൂരെയായി തിരകളെ തഴുകി. ചില പ്രണയങ്ങൾ വാക്കുകളിൽ നിന്നല്ല വരുന്നത്, അവ കാറ്റുകൊണ്ടുവരും. ശബ്ദമില്ലാതെ, പക്ഷെ ഉറപ്പോടെ. തലക്കെട്ട്. അമ്മയുടെ നിലവിളക്ക്. കടലിനരികിലെ ഒരു ചെറിയ ഗ്രാമം. രാവിലെ സൂര്യൻ ഉയരുമ്പോൾ മീൻപിടുത്ത ബോട്ടുകൾ തീരത്തടുക്കും. ഉപ്പുമണവും കാറ്റിന്റെ തണുപ്പും ആ ഗ്രാമത്തിന്റെ ശ്വാസമായിരുന്നു. അവിടെ താമസിച്ചിരുന്നത് ദേവകിയമ്മ. ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചു. ഒറ്റ മകൻ രാഹുൽ. ദേവകി മീൻ വിൽപ്പന നടത്തി രാഹുലിനെ പഠിപ്പിച്ചു. മഴയായാലും വെയിലായാലും അവൾ കടൽത്തീരത്തുണ്ടാകും. രാഹുൽ പലപ്പോഴും പറയും, അമ്മേ, ഇനിയും കഷ്ടപ്പെടണ്ട. ദേവകി ചിരിക്കും. നീ വലിയ ആളാകുന്നത് കാണാനാണ് അമ്മയുടെ ആഗ്രഹം. രാഹുൽ പഠനത്തിൽ മിടുക്കനായി. നഗരത്തിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഗ്രാമം വിട്ടുപോകേണ്ടി വന്നു. പോകുന്ന ദിവസം ദേവകി ഒരു പഴയ നിലവിളക്ക് അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് കത്തുമ്പോൾ അമ്മയെ ഓർക്കണം. നഗരജീവിതം രാഹുലിനെ മാറ്റി. തിരക്ക്, സൗഹൃദങ്ങൾ, സ്വപ്നങ്ങൾ. ഫോൺ കോളുകൾ കുറച്ചു. വീട്ടിലേക്ക് പോകുന്ന യാത്രകൾ വർഷത്തിലൊരിക്കലായി. ഗ്രാമത്തിൽ ദേവകി എല്ലാ സന്ധ്യയും നിലവിളക്ക് കത്തിക്കും. കടലിനെ നോക്കി പറയും, എന്റെ മോൻ സുഖമാണോ ദൈവമേ? ഒരിക്കൽ ശക്തമായ ചുഴലിക്കാറ്റ്. ഗ്രാമം മുഴുവൻ ഇരുണ്ടു. ഫോൺ ലൈൻ മുറിഞ്ഞു. നഗരത്തിൽ രാഹുലിന് വാർത്ത കണ്ടപ്പോൾ ഹൃദയം വിറച്ചു. അമ്മ. അവനെല്ലാം ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വീട് തകർന്നിരുന്നു, മണ്ണും വെള്ളവും. പക്ഷെ ജനാലക്കൽ ഒരു ചെറിയ വെളിച്ചം, നിലവിളക്ക്. അകത്ത് ദേവകി വിളക്കിന് മുന്നിലിരിക്കുന്നു. അമ്മേ! രാഹുൽ ഓടിച്ചെന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. നീ വരുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ഈ വിളക്ക് കെടുത്തിയില്ല. രാഹുലിന്റെ കണ്ണുനീർ വിളക്കിന്റെ വെളിച്ചത്തിൽ തിളങ്ങി. അന്നവൻ മനസ്സിലാക്കി, ലോകം മുഴുവൻ ഇരുണ്ടാലും അമ്മയുടെ സ്നേഹം ഒരു വിളക്കുപോലെ നമ്മളെ കാത്തിരിക്കും.